ആത്മീക ജീവിതത്തിൽ വിമർശനങ്ങളെ അഭിമുഖീകരിക്കുന്ന അതിദാരുണമായ ഒരു സാഹചര്യത്തിലാണ് പൗരോഹിത്യ സമൂഹം, വിശ്വാസ സമൂഹം, പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്നവർ. കോവിഡിന്റെ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് സൗഖ്യദായക ശുശ്രൂഷയും പ്രബോധന ശുശ്രൂഷയും ഒക്കെ വിമർശന വിധേയമായി. കാരണം മഹാമാരി ലോകത്തെ പിടിച്ചുലച്ചപ്പോൾ ഈ ആത്മീക പ്രവർത്തകരും പ്രസംഗകരും ഒക്കെ എവിടെയാണ് സൗഖ്യം ലഭിക്കുന്ന ദൈവം? മനുഷ്യന് സൗഖ്യം നൽകുന്ന ദൈവത്തെ കുറിച്ച്, ആത്മീകമായ സ്വസ്ഥത നൽകുന്ന ആധ്യാത്മിക ജീവിത സാഹചര്യത്തെ കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ അതിന്നും തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം ഇന്നത്തെ പ്രധാന ചിന്താ വിഷയമായി തെരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യം, എന്റെ കണ്ണും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ഈ വേദഭാഗം നമ്മളെ പല സന്ദർഭങ്ങളിൽ ആരാധനയിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പഴയ നിയമ വായനയുടെ ഭാഗമായിട്ട് കൂദോശീത്തോ ഞായറാഴ്ച പഴയ നിയമഭാഗം ഈ വേദഭാഗമാണ്. അതുപോലെ തന്നെ ദേവാലയ കൂദാശയുടെ സമയം, ആ കൂദാശയുടെ വിവിധ ശുശ്രൂഷകളിൽ ഈ വേദഭാഗത്തിൽ നിന്നുള്ള വായനയുണ്ട്. ഈ വേദഭാഗത്തിന്റെ ഉദ്ധരണി ദേവാലയ കൂദാശയിലെ പ്രമിയോനിലുണ്ട്. എന്റെ കണ്ണും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. സഹോദരങ്ങളെ, ഈ വേദഭാഗത്തിന്റെ വളരെ പ്രസക്തമായ സാഹചര്യം, യെരൂശലേമിലെ 2ാമത്തെ രാജാവായ ദാവീദ്, അദ്ദേഹത്തിന് പണമുണ്ട്, സ്വാധീനമുണ്ട്, ആഗ്രഹമുണ്ട്, സർവശക്തനായ ദൈവത്തിന് ഒരു ആലയം പണിയുവാൻ. അദ്ദേഹം ദൈവത്തിന്റെ പെട്ടകം ഫലിസ്ത്യരിൽ നിന്ന് വിമോചിപ്പിച്ചെടുത്ത് ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവച്ചു. അതുകൊണ്ടാണ് ദാവീദിന്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പല സങ്കീർത്തനങ്ങളും ദാവീദിന്റെ നഗരത്തിൽ ദൈവത്തിന്റെ പെട്ടകം സ്ഥിതി ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ നഗരം മനോഹരമായിരിക്കുന്നു എന്ന് 48-ാം സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്. മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിക്കും ആനന്ദവുമാണ്. അതിന്റെ കാരണമായിട്ട് പറയുന്നത് അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി സ്ഥിതി ചെയ്യുന്നു. കാരണം ദാവീദിന്റെ പട്ടണം, അവിടെ ദൈവത്തിന്റെ പെട്ടകമുണ്ട്. എന്നാൽ ദാവീദ് നല്ലതുപോലെ ആഗ്രഹിച്ചു ദൈവത്തിന്റെ പെട്ടകത്തിന് ഒരു വിശ്രമ സ്ഥലം പണിയണം. എന്നാൽ ദാവീദിന് സാധിച്ചില്ല, ദൈവം അനുവദിച്ചില്ല. ദൈവം അനുവദിച്ചത് ദാവീദിന്റെ പുത്രനായ ശലോമോനെ കൊണ്ട് ദേവാലയം പണിയുവാനാണ്. ഗിബെയോനിൽ വെച്ച സർവശക്തനായ ദൈവം ശലോമോന് പ്രത്യക്ഷനായി ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകി. സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കെ മനുഷ്യൻ നിർമ്മിക്കുന്ന ആലയത്തിൽ ഞാൻ വസിക്കുമോ എന്നത് ദേവാലയത്തെ കുറിച്ചുള്ള എബ്രായക്കാരുടെ തത്വചിന്തയിലെ പ്രധാന വിഷയമാണ്. കാരണം ദൈവം സർവവ്യാപിയാണ്. ആ സർവവ്യാപിയായ ദൈവത്തെ ഒരാലയത്തിന്റെ പരിമിതിയിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അസാധ്യം. അവിടെയാണ് യഥാർത്ഥത്തിൽ സർവശക്തനായ ദൈവം അനുവദിക്കുന്നു ശലോമോനോട് ദേവാലയം നിർമ്മിക്കുവാൻ. ദേവാലയം നിർമ്മിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിലും 2-ാം ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായത്തിലും വിവരിക്കുന്നത് ദേവാലയത്തിന്റെ പ്രതിഷ്ഠയും അതിന്റെ ശുദ്ധീകരണവും ഒക്കെയാണ്. അതിനുശേഷം ദേവാലയം പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം സർവശക്തനായ ദൈവം ഗിബെയോനിൽ വെച്ച ശലോമോന് പ്രത്യക്ഷനായ ദൈവം വീണ്ടും ശലോമോന് പ്രത്യക്ഷനായി. എന്നിട്ട് ശലോമോനോട് പറഞ്ഞു, എന്റെ ജനം ദുരിതങ്ങളുടെ നടുവിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ ചെവി ചായിച്ച് അവരുടെ അപേക്ഷ കേൾക്കും. അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈ ദേവാലയത്തിൽ വന്ന് അവർ എന്റെ സന്നിധിയിൽ അപേക്ഷിച്ചാൽ ഞാൻ അവരുടെ അപേക്ഷ കേൾക്കും. ഇത് പറഞ്ഞതിന് ശേഷം യഹോവയാം ദൈവം ശലോമോനോട് പറഞ്ഞ വാക്കാണ് എന്റെ കണ്ണും ബാക്കി തന്നെ എന്റെ ഹൃദയവും
എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. സഹോദരങ്ങളെ, ആലയം എന്നതിനെ വേദപുസ്തക വ്യാഖ്യാന തലത്തിലും സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലും 3 അർത്ഥങ്ങളുണ്ട്. സാധാരണ സുറിയാനി ഭാഷയിൽ ഈത്തോ കാദിസ്തോ, പരിശുദ്ധ സഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും വ്യാപകമായ അർത്ഥം യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന വിശുദ്ധ സഭ. അത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ശരീരമാണ്. യേശു ക്രിസ്തുവിന്റെ ശരീരമായി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതുകൊണ്ടിരിക്കുന്ന പണിതീരാത്ത കെട്ടിടം ക്രിസ്തുവിന്റെ ശരീരമായ പരിശുദ്ധ സഭ. അതാണ് യഥാർത്ഥത്തിൽ ആലയം, സഭ. ഈത്തോ കാദീസ്തോ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്ന 1-ാം തലം. രണ്ടാമത്തേത് നമ്മളൊക്കെ ആരാധനയ്ക്കായി കൂടി വരുന്ന നമ്മുടെ ഓരോ സ്ഥലങ്ങളിലുമുള്ള വിശുദ്ധ ദേവാലയം. അതാണ് രണ്ടാമത് ആലയം എന്നതിന്റെ നമ്മുടെ കാഴ്ചപ്പാടിലെ പരിമിതമായ അർത്ഥം. അതോടൊപ്പം തന്നെ അതിമനോഹരമായ മറ്റൊരു വ്യാഖ്യാനമുള്ളത് വിശുദ്ധ മാമോദീസായിലൂടെ ഓരോ വിശ്വാസിയും ആലയമായി പരിണമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈത്തോ കാദിസ്തോയാണ്, പരിശുദ്ധ ആലയമാണ്. 3 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുവിന്റെ ശരീരമായ പരിശുദ്ധ സഭ ആകമാന അർത്ഥതലത്തിൽ. രണ്ടാമത്തേത് നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന, ശുശ്രൂഷ നിർവഹിക്കുന്ന നമ്മുടെ ദേവാലയം. മൂന്നാമത്തേത് എന്റെയും നിങ്ങളുടെയും ശരീരമാകുന്ന ദൈവത്തിന്റെ മന്ദിരം. അപ്പൊ ഈ വേദവാക്യത്തിന്റെ അർത്ഥതല വിശദീകരണം ഈ 3 തലങ്ങളിൽ പ്രസക്തമാണ്. എന്റെ കണ്ണും, ബാക്കിയൊന്ന് പറയണേ, എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. എവിടെ ഇരിക്കും? കർത്താവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിൽ. അപ്പൊ പരിശുദ്ധ സഭ എന്താ? ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന സ്ഥലമാണ് പരിശുദ്ധ സഭ. നമ്മൾ ശുശ്രൂഷ നിർവഹിക്കുന്ന, നമ്മൾ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ ദേവാലയം അതെന്താണ്? ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നതും. നമ്മൾ ആരാണ്? ഞാനും നിങ്ങളും ആരാണ്? യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്ന ആലയമാണ് ഞാനും നിങ്ങളും. ഈ ബോധ്യമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം. സഹോദരങ്ങളെ, മറ്റൊരു തരത്തിലേക്ക് ഞാൻ ഈ വേദഭാഗത്തിന്റെ വ്യാഖ്യാനം, യഥാർത്ഥത്തിൽ എന്താണ് ദൈവത്തിന്റെ കണ്ണ്, എന്താണ് ദൈവത്തിന്റെ ഹൃദയം? അനവധി വ്യാഖ്യാനങ്ങൾ, അനവധി വിശദീകരണങ്ങൾ നമുക്ക് നൽകാം. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ വളരെ സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. നമുക്കറിയാം, കോവിഡിന്റെ കാലഘട്ടം പല മേഖലകളിലും ശുശ്രൂഷകൾ നിന്നുപോയ സാഹചര്യത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് ഓൺലൈനായിട്ട് കുട്ടികൾക്കെല്ലാം ക്ലാസ് കൊടുക്കാനും പരീക്ഷ നടത്താനും ഒക്കെ സാധിച്ചു. യഥാർത്ഥത്തിൽ വലിയ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. 4000 പേർ അടങ്ങുന്ന അസോസിയേഷന്റെ വോട്ടെടുപ്പ് നടന്നപ്പം നമുക്ക് നല്ല സംഖ്യ ചെലവ് വന്നു. എന്നാൽ ഏകദേശം 72,000 കുഞ്ഞുങ്ങൾ അർദ്ധവാർഷിക പരീക്ഷയും ആനുവൽ പരീക്ഷയും മത്സര പരീക്ഷയും ഒക്കെ എഴുതിയത് വളരെ തുച്ഛമായ ചെലവ്, ഒരാൾക്ക് 10 രൂപ ചെലവേ വന്നുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഒന്നാമത്തേത്, വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭവനങ്ങളിൽ ഇരുന്ന് പരീക്ഷ എഴുതിയാലും ഈ 70,000 കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പരീക്ഷ എഴുതിയാലും അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കേന്ദ്ര ഓഫീസിൽ ഇതിന്റെ ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് നമ്മുടെ പുത്തൂരുള്ള വരുൺ ജോർജ്, അദ്ദേഹം സൺഡേ സ്കൂളിന്റെ ഡിജിറ്റൽ എക്സാമിനേഷൻ കൺട്രോളർ ആയിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരാളെ
ഫോണിൽ നിന്ന് മറ്റൊരു സെർവറിലേക്ക് പോവുകയോ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയോ ചെയ്താൽ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ 70,000 കുഞ്ഞുങ്ങൾ അവരെല്ലാം പരീക്ഷ എഴുതിയാൽ അതെല്ലാം ഒരു കോമൺ സെർവറിനകത്ത് കിട്ടും. ഒരു കുട്ടി 100 ചോദ്യങ്ങളിൽ എത്ര ആൻസർ ചെയ്തു, ഏതെല്ലാം ചെയ്യാതിരുന്നു, അവൻ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ സ്ക്രീൻഷോട്ട് ചെയ്തോ, എല്ലാം അണുപിടി തെറ്റാത്ത സെർവറിലുണ്ട്. എനിക്ക് സത്യത്തിൽ ഈ വേദഭാഗം വായിച്ചപ്പം ഈ ഒരു സാങ്കേതിക വിദ്യ എന്റെ മനസ്സിൽ വന്നു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്, യു ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് എ CC ക്യാമറ. പല പള്ളികളിലെയും മുക്കിലും മൂളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും കടയിൽ ചെന്നാൽ പോലും ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്, അണ്ടർ ദി സർവൈലൻസ് ഓഫ് ദി ക്യാമറ ഐസ്. നിങ്ങൾ ക്യാമറ കണ്ടിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. എന്നാ ചെയ്താലും ആര് കാണും? ആണ്ട് മിണ്ടാതിരിക്കുന്നു. ആര് കാണും? ക്യാമറയിലെല്ലാം പതിയുന്നുണ്ട്. സത്യത്തിൽ സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്ധ്യയായാലും പ്രഭാതമായാലും എന്റെയും നിങ്ങളുടെയും പ്രവർത്തികളെ പൂർണ്ണമായും കാണുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ദൈവത്തിന്റെ കണ്ണ് എന്ന് പറയുമ്പോൾ പ്രഥമമായി മനസ്സിലാക്കേണ്ടത്. വി ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് ദി ഓപ്പൺ എവർ ആൻഡ് എവർ ഓപ്പൺ ഐസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. എപ്പോഴും തുറന്നിരിക്കുന്ന സർവശക്തന്റെ നിരീക്ഷണത്തിലാണ് ഞാനും നിങ്ങളും. രണ്ടാമത്, നമ്മൾ എന്ത് ചെയ്താലും ഈ കോമൺ സെർവറിൽ നമുക്ക് പലപ്പോഴും പലതും മനുഷ്യരിൽ നിന്ന് മാറ്റിവെക്കാം. എന്നാൽ ഈ കോമൺ സെർവറിൽ എല്ലാം ഭദ്രമായി വെച്ചിട്ടുണ്ട്. ഈ ഒരർത്ഥം പ്രഥമ ദൃഷ്ടിയ എന്റെ കണ്ണും എന്റെ ഹൃദയവും എന്ന വാക്കിലുണ്ട്. അതിന്റെ ഒരു പോസിറ്റീവ് അർത്ഥം എന്ന് പറയുന്നത് മനുഷ്യന്റെ ദുഃഖങ്ങളെയും അവന്റെ പ്രയാസങ്ങളെയും വേദനകളെയും ഏത് സമയത്തും തിരിച്ചറിയുന്ന സർവശക്തന്റെ കണ്ണും സർവശക്തന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഉണ്ട്. ഈ ദേവാലയത്തിലുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്, നാം ആരാധിക്കുന്ന ദേവാലയത്തിലുണ്ട്, കർത്താവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിലുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ വേദഭാഗത്തിന്റെ വളരെ വിശാലമായ ഒരു അർത്ഥതലത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, ശലോമോൻ ദേവാലയം നിർമ്മിച്ച, ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച പശ്ചാത്തലത്തിലാണ് യഹോവയാം ദൈവം വന്ന് ശലോമോനോട് പറയുന്നത്, എന്റെ കണ്ണും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. അതിന്റെ ഒരർത്ഥം ഞാൻ പറഞ്ഞു. ദൈവം നമ്മെ നോക്കുന്നു, ദൈവം നമ്മെ കാണുന്നു. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ എല്ലാ നിരൂപണങ്ങളും ആരിൽ നിന്ന് മറച്ചു വെച്ചാലും ആർക്കറിയാം? ദൈവത്തിനറിയാം. ദേവാലയം സത്യത്തിൽ ഇതിനൊരു തുടക്കം പഴയ നിയമത്തിലുണ്ട്. അവിടെയാണ് ഈ വേദഭാഗത്തിന്റെ വിശാല അർത്ഥതലം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ചെങ്കടൽ കടന്നു, മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് യഹോവയാം ദൈവം ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. പ്രയാണ കാലഘട്ടത്തിൽ എബ്രായ ചരിത്രത്തിന്റെ നെടുന്തൂണായ മോശ ഇസ്രായേൽ മക്കൾക്ക് നേതൃത്വം നൽകുന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ദൈവം വഴി നടത്തുന്നു. എന്നാൽ സർവശക്തനായ ദൈവം മോശയോട് വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, വാക്കിതാണ്, എനിക്ക് എന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കണം. എന്നാ പറഞ്ഞേ? എനിക്ക് ഒന്ന് സാവകാശം പറ. എനിക്ക് എന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കണം. അതുകൊണ്ട് നീ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം. എനിക്ക് എന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കണം.
അതുകൊണ്ട് നീ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം. സഹോദരങ്ങളെ, പരിശുദ്ധ സഭയെക്കുറിച്ച്, ദേവാലയത്തെക്കുറിച്ച്, മാമോദീസായിലൂടെ ദൈവത്തിന്റെ കുടീരമായി തീർന്ന എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനം, യഥാർത്ഥത്തിലുള്ള അർത്ഥതലം വിവരിക്കപ്പെടുന്നത് ശരിയായ അർത്ഥതലത്തിൽ മോശയോട് സർവശക്തനായ ദൈവം വിളിച്ചു പറഞ്ഞ ഈ ഒരു വാക്യത്തിലാണ്. പലപ്പോഴും നമ്മുടെ ചിന്ത, നമ്മുടെ പള്ളിയെ കുറിച്ച് നമുക്കൊക്കെ ഭയങ്കര അഭിമാനമാണ്. ഞങ്ങളുടെ ഇടവക പള്ളി അത് 100 വർഷമായി. ഇന്ന് പുതുപ്പള്ളി പള്ളിയിലാണ് ഇപ്പൊ ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളിയെ കുറിച്ച് വലിയ അഭിമാനം. ഞങ്ങളുടെ 2 ട്രസ്റ്റിമാരും ഒരു കമ്മിറ്റി അംഗം ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു. ഏകദേശം പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപ് മുതലുള്ള ചരിത്രം പുതുപ്പള്ളി വലിയ പള്ളിക്കുണ്ടായി. എന്തൊരു അഭിമാനമാണ് സത്യത്തിൽ. അത് മലങ്കര സഭയ്ക്ക് സഭയുടെ പൗരാണികമായ പാരമ്പര്യത്തിന്റെ മനോഹര പ്രതീകമാണ്. ആ മദ്ബഹായിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പം പഴയ പള്ളി ഇന്ന് സ്ഥിതി ചെയ്യുക, അതിനൊരു കോട്ടവും പറ്റിയിട്ടില്ല. അപ്പം 1-ാം മാർത്തോമ മുതലുള്ളവർ വിശുദ്ധ കുർബാന അർപ്പിച്ച ഒരു ത്രോണോസ് എന്ന് പറയുന്നത് അത് മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാതിരിക്കാൻ ഒക്കത്തില്ല. 1-ാം മാർത്തോമ മുതൽ മലങ്കര സഭയിലെ മാർത്തോമ പിതാക്കന്മാരും ദിവന്നാസ്യോസ് പിതാക്കന്മാരും പരിശുദ്ധനായ പരിമല തിരുമേനിയും പരിശുദ്ധനായ വട്ടശ്ശേരിൽ മോർ ദിവന്നാസ്യോസ് തിരുമേനിയും ഒക്കെ കുർബാന അർപ്പിച്ച ഒരു ത്രോണോസ്. അതാണ് ഈ പൗരാണിക ദേവാലയങ്ങളുടെ മഹത്വം. സഹോദരങ്ങളെ, നമ്മുടെ ദേവാലയങ്ങളെ കുറിച്ച് നമുക്ക് വലിയ അഭിമാനമുണ്ട്. എന്നാൽ ദേവാലയം എന്താണ്? ഇതിൽ ഇടവകാംഗമായിരിക്കുന്നു എന്നത് അഭിമാനമായിരിക്കുന്നത് പോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എനിക്ക് എന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹമാണ് ഓരോ പള്ളിയും. എനിക്ക് എന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹമാണ് ഓരോ പള്ളിയും. ഞാനും നിങ്ങളും, പരിശുദ്ധ സഭയും, ഓരോ ദേവാലയവും സർവശക്തന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. സത്യത്തിൽ നമ്മൾ ഓർത്തി, ഓംനി പ്രസന്റ് ഗോഡ്, സർവവ്യാപിയായ ദൈവത്തെ നമുക്കൊരു കെട്ടിടത്തിൽ പരിമിതപ്പെടുത്താൻ ഒക്കുവോ? സത്യത്തിൽ ഇസ്രായേൽ യെരൂശലേമിന്റെ പാപത്തെ കുറിച്ച് പഴയ നിയമ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് 2 തലത്തിലാണ്. ഒന്നാമത് അവർ പറയുന്നത് they limited the presence of God Almighty. അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പരിമിതപ്പെടുത്തി. ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ടെ. അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പരിമിതപ്പെടുത്തി. അവര് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ശലോമോൻ പണിത ദേവാലയത്തിൽ, ആ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്റെ മധ്യേ കാബോദ് യാഹ്വേ, ദൈവത്തിന്റെ തേജസ് സദാസമയവും ഉണ്ട്. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ദൈവ തേജസ് വേറെ ഒരിടത്തും ഇല്ല, ആകെ ഉള്ളത് ഞങ്ങളുടെ ദേവാലയത്തിൽ. നമ്മുടെ പള്ളികൾ വിശുദ്ധമാണ്, പരിശുദ്ധ സഭ പൗരാണികമാണ്. എന്നാൽ പരിമിതപ്പെടുത്തരുത് ദൈവത്തിന്റെ തേജസ്സിനെ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഭക്തിയും നമ്മുടെ ആധ്യാത്മികതയും ദേവാലയത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ അത് സർവശക്തനായ സർവവ്യാപിയായ ദൈവത്തോട് നാം ചെയ്യുന്ന വലിയ പാപമാണ്. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ പറഞ്ഞു, they limited the power of God Almighty. അവർ ദൈവത്തിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തി. ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, ഞങ്ങൾക്ക് മാത്രം രക്ഷ, ദൈവത്തിന്റെ ജനം, ആലോഹോ, അത് ഞങ്ങൾ മാത്രം. സത്യത്തിൽ ഇന്നത്തെ ആധ്യാത്മിക ജീവിതത്തിന്റെ അപജയം ഇതാണ്. ആധ്യാത്മിക ജീവിതത്തിന്റെ അപജയം ഇതാണ്. നമ്മൾ നമ്മുടെ ദേവാലയത്തെ കുറിച്ചും സഭയെക്കുറിച്ചും നമ്മെക്കുറിച്ചും നമുക്ക് വലിയ പ്രൗഡാണ്, നമുക്ക് വലിയ അഭിമാനമുണ്ട്. എന്നാൽ ആ അഭിമാനം നാം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ കരുണയെ പരിമിതപ്പെടുത്തുന്നതാണോ? ആട്ടിടയന്മാരോട് മാലാഖ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശു ക്രിസ്തു സർവ്വലോകത്തിന്റെ മഹാസന്തോഷമാണ്. ഓർത്തഡോക്സുകാരുടെ മാത്രമല്ല, ഏതെങ്കിലും ഒരു പള്ളിക്കാരുടെ മാത്രമല്ല. നമ്മളൊക്കെ അല്പം ആത്മീകമായി ജീവിച്ചാൽ നമുക്ക് മാത്രം കിട്ടുന്ന രക്ഷയല്ല, യേശു ക്രിസ്തുവിനാൽ ലോകത്തിന് നൽകിയ യഥാർത്ഥത്തിലുള്ള രക്ഷ. സഹോദരങ്ങളെ, മോശയോട് ദൈവം പറഞ്ഞു, എനിക്ക്
എനിക്ക് എന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കണം, എനിക്ക് എന്റെ ജനത്തിന്റെ നടുവിൽ വസിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിയും ഓരോ ദേവാലയവും കർത്താവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയും. ഈ ബോധ്യമാണ് ഇന്നത്തെ വിമർശനങ്ങളെയും ഇന്ന് നാം ആരോപിക്കപ്പെടുന്ന അശുദ്ധിയെയും അതിജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് അതാണ്. സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കറിയാവോ, ഈ സമാഗമന കൂടാരം ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ ക്രമീകരിച്ചു. ആദ്യം നിലവിളക്ക്, അതിനുശേഷം മേശ, കാഴ്ചയപ്പം വയ്ക്കുന്ന മേശ, അതിന്റെയും പുറകിലായിട്ട് സാക്ഷ്യപെട്ടകം, ദൈവത്തിന്റെ പെട്ടകം. ആ സാക്ഷ്യത്തിന്മേൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ ദൈവം ഇറങ്ങി വസിച്ച സന്ദർഭങ്ങൾ അവിടെ ക്രമീകരിച്ചു വെച്ചു. ഈ കൂടാരം, ആ കൂടാരത്തിൽ മേഘം ഇറങ്ങി വസിച്ചു. ദൈവത്തിന്റെ തേജസ് സദാസമയവും നിറഞ്ഞു നിന്നു. മേഘം കൂടാരത്തിൽ ഇറങ്ങി വസിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ അതിനു ചുറ്റും പാളയമടിച്ചു. അതേസമയം കൂടാരത്തിൽ നിന്ന് മേഘം ഉയർന്നു പൊങ്ങുമ്പോൾ, ശ്രദ്ധിച്ചോണേ, കൂടാരത്തിൽ നിന്ന് മേഘം ഉയർന്നു പൊങ്ങുമ്പോൾ പുരോഹിതന്മാർ കാഹളമൂതും. എന്താണ് അതിന്റെ അർത്ഥം? ഈ സ്ഥലം ഇവിടെ ഇനിയും താമസിക്കാൻ സാധിക്കത്തില്ല, ഇവിടെ നിന്ന് യാത്ര പുറപ്പെടണം എന്നാണ്. കൂടാരത്തിൽ നിന്ന് പ്രയാണം ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദേവാലയം, ഒരു സ്ഥലത്തെ ദേവാലയം യഥാർത്ഥത്തിൽ ദൈവ സ്നേഹത്തിന്റെ, ദൈവീക വഴി നടത്തിപ്പിന്റെ, ദൈവ കരുതലിന്റെ പ്രതീകമാണ്. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും എന്നുള്ളതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം. എന്താണ് ദൈവത്തിന്റെ കണ്ണ്? എന്താണ് ദൈവത്തിന്റെ ഹൃദയം? അത് ദൈവ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുതലാണ്. എല്ലാറ്റിലും ഉപരി സർവശത്രുക്കളുടെയും മുൻപാകെ സംരക്ഷണം നൽകിയത് പുരോഹിതന്മാർ തോളിൽ ചുമന്ന ഈ സമാഗമന കൂടാരമാണ്. അതാണ് കാല സമ്പൂർണതയിൽ യഥാർത്ഥത്തിൽ ദേവാലയമായി പരിണമിച്ചത്. ഞാൻ ഈ വേദഭാഗത്തിന്റെ മൂന്നാമത്തെ വ്യാഖ്യാനത്തിലേക്ക് കടക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ എന്താണ് ആദ്യം പറഞ്ഞത്? ദാവീദിന്റെ പുത്രനായ ശലോമോൻ ദേവാലയം പണിതു, ദേവാലയം പ്രതിഷ്ഠിച്ചു. ദൈവം പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, എന്റെ ജനത്തിന്റെ അപേക്ഷകൾക്ക് ഈ സ്ഥലത്ത് ഞാൻ എന്റെ ചെവി ചായ്ച്ചു കൊടുക്കും. എന്റെ കണ്ണും എന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. ഒന്നാമത്തേത്, വി ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് ഗോഡ് ഓൾമൈറ്റി. നമ്മൾ ദൈവത്തിന്റെ വീക്ഷണത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും. അത് സന്താപമാണെങ്കിലും സന്തോഷമാണെങ്കിലും സർവശക്തൻ അറിയുന്നു. രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിച്ചത്, യഥാർത്ഥത്തിൽ ദേവാലയം എന്ന അർത്ഥതലത്തിന് 3 തലങ്ങളുണ്ട്. അത് ക്രിസ്തുവിന്റെ ശരീരമായ പരിശുദ്ധ സഭയാണ്. നമ്മളെ ശുശ്രൂഷിക്കുന്ന, നമ്മൾ അംഗമായിരിക്കുന്ന നമ്മുടെ ദേവാലയമാണ്. അതിലൊക്കെ വലുതാണ് നമ്മുടെ ശരീരമാകുന്ന വിശുദ്ധ മാമോദീസായിലൂടെ ദൈവത്തിന്റെ മന്ദിരമായ ഞാനും നിങ്ങളും ദൈവ മന്ദിരങ്ങളാണ്. ഇവിടെ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇരിക്കും. മൂന്നാമത് ഞാൻ ഓർമ്മിപ്പിച്ചത്, ഈ ദേവാലയത്തിന്റെ തുടക്കം പഠിക്കുമ്പോൾ അറിയാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, എന്റെ ജനത്തിന്റെ നടുവിൽ എനിക്ക് വസിക്കണം. ദൈവസ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവീക സംരക്ഷണം, അതാണ് ദൈവത്തിന്റെ കണ്ണ്, അതാണ് ദൈവത്തിന്റെ ഹൃദയം. സഹോദരങ്ങളെ, നമുക്കൊരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളി നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രയാണ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ ദേവാലയം നമുക്ക് നൽകുന്ന വലിയ ഓർമ്മ, സർവശക്തനായി ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നമ്മുടെ നടുവിലുണ്ട്. ഇതിന്റെ വ്യാഖ്യാനാർത്ഥതലത്തിന്റെ 4-ാം ഭാഗം, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ജനമെല്ലാം പ്രയാസങ്ങളുടെ നടുവിൽ, കഷ്ടപ്പാടിന്റെ നടുവിൽ അവരവരുടെ കണ്ണുകൾ ഉയർത്തുന്നത് പർവ്വതത്തിലേക്കാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായ സങ്കീർത്തന ഭാഗം 121, 122. ഈ 2 സങ്കീർത്തനങ്ങളും എല്ലാ പ്രാർത്ഥനകളിലും സന്ധ്യാ നമസ്കാരത്തിലും നമ്മൾ ഉപയോഗിക്കും. ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്താണ് തലമുറയായി
ഇസ്രായേൽ മക്കൾ ഈ പ്രാർത്ഥന ഉരുവിട്ടതെന്നറിയാവോ? അവരുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും തിരിച്ചറിഞ്ഞത് ചില പർവ്വതങ്ങളിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഇന്ന് പർവ്വതത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയം. ആ ദേവാലയത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് യഹൂദൻ വിളിച്ചു പറയുന്നത്, താഴ്വരയിൽ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്നവൻ വിളിച്ചു പറയുന്നത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിങ്കിലേക്ക് ഉയർത്തുന്നു. പിതാവായ അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. പിതാവായ അബ്രഹാം അദ്ദേഹത്തിന് മമ്രയുടെ തോപ്പിൽ വെച്ച് 3 അതിഥികളെ പരിചയപ്പെടാൻ സാധിച്ചു. കൂടാരവാതിക്കൽ അദ്ദേഹം ദൈവസന്നിധിയിൽ നിലകൊള്ളുമ്പോഴാണ് അങ്ങകലെ 3 ദൂതന്മാർ. അദ്ദേഹം ഓടിച്ചെന്ന് ശിരസ് ഭൂമിയോളം നമിച്ച് ആ 3 പുരുഷന്മാരെ സ്വീകരിച്ചു. അവരെ സ്വഭവനത്തിലേക്ക് കൊണ്ടുവന്നു. മൃഷ്ടാന ഭോജനം നൽകി. 100 വയസ്സുള്ള അബ്രഹാം, 90 വയസ്സുള്ള സാറ, അവർക്ക് മക്കളില്ല. പക്ഷെ ഈ 3 പുരുഷന്മാർ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ നിനക്കൊരു സന്തതിയെ നൽകും. ഇത് കേട്ട് നിന്ന സാറ വാതുക്കൽ മറഞ്ഞു നിന്നുള്ളിൽ ചിരിച്ചു. ആ 3 പുരുഷന്മാർ സാറയോട് ചോദിച്ചു, സാറേ നീ ചിരിച്ചോ? സാറ പറഞ്ഞു, ഞാൻ ചിരിച്ചു. അങ്ങനെയാണ് ചിരി എന്നർത്ഥമുള്ള ബാക്കി നിങ്ങൾ പറയാം ഇസഹാക്ക് ഉണ്ടായത്. സഹോദരങ്ങളെ, ആ വാഗ്ദത്ത സന്തതി പിതാവായ അബ്രഹാമിനോട് സർവശക്തനായി ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് നൽകിയ വാഗ്ദത്ത സന്തതിയെ നീ എനിക്ക് ബലി കഴിക്കണം. 3 ദിവസത്തെ യാത്ര, ചുമലിൽ വിറക് വഹിച്ചുകൊണ്ട് ഇസഹാക്ക് നടന്നു നീങ്ങുന്നു. പിതാവായ അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയാമലയുടെ ഉത്തംഗ ശൃംഗത്തിൽ ബലിപീഠമൊരുക്കി ഇസഹാക്കിനെ പിടിച്ചു കെട്ടി ബലിപീഠത്തിൽ കടത്തി. ആ സമയത്താണ് യാതൊരു ചാഞ്ചല്യവുമില്ലാത്ത പിതാവായ അബ്രഹാം വാഗ്ദത്ത സന്തതിയായ ഏകജാതനെ ബലി കഴിക്കാൻ വാളോങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. മാലാഖ പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ. ബാലന്റെ മേൽ എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്നത് ആധുനിക കാലഘട്ടത്തിലെ പഠന രീതിയാണ്. എക്സ്പെരിമെന്റൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം അനുഭവ ജ്ഞാനത്തിലൂടെയുള്ള പഠനം എന്ന് പറഞ്ഞാൽ എന്നതാ. ഇപ്പം നമ്മൾ പഴയതുപോലെ ഇപ്പം ഗവൺമെന്റ് സ്കൂളിൽ വരെ സ്മാർട്ട് ക്ലാസ്സുകളാണ്, എല്ലാവിധ സൗകര്യവും ഉണ്ട്. പക്ഷെ പഠനത്തിന് ഒരു സൗകര്യവും ഇല്ലാത്ത ഏക സ്ഥലം ഏതാണെന്നറിയാവോ? നമ്മുടെ സൺഡേ സ്കൂളുകൾ. വലിയ പള്ളി, 14-15 കോടിയുടെ പള്ളി നമുക്കുണ്ടായി. മദ്ബഹ തന്നെ 50 ലക്ഷം രൂപ കൊണ്ട് മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് മരച്ചോട്ടിൽ. പുസ്തകം ഒരിക്കലും തുറന്നു നോക്കാതെ. എല്ലാ അധ്യാപകരും അങ്ങനെയല്ല, എന്നാൽ ചില അധ്യാപകർ അങ്ങനെയാണ് ക്ലാസ്സിൽ ചെല്ലുന്നത്. 51-ാം മസ്മൂറ ആരെഴുതി? ദാവീദ് എഴുതി. ദാവീദ് എഴുതിയ മസ്മൂറ 51-ാം മസ്മൂറ. പഠനം തീർന്നു. അതേസമയം ഒരു വിഷമവും പ്രയാസവും പാപം ചെയ്യുന്ന സാഹചര്യത്തിൽ ആ കൊച്ചിനൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി വേദപുസ്തകം തുറന്ന് 51-ാം മസ്മൂറ വായിക്കണം എന്ന് പഠിപ്പിക്കാൻ, അനുഭവജ്ഞാനത്തിലൂടെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ A+ കിട്ടി 12-ാം ക്ലാസ് പഠിച്ചു കൊച്ച ബാംഗ്ലൂർ ചെന്നിട്ട് അതുവഴി ഗുജറാത്തിന് പോയിട്ട് അമ്മയെ വിളിച്ചിട്ട് ഇനി ഒരിക്കലും ഞാൻ കൊട്ടാരക്കരയ്ക്ക് വരികയില്ല എന്ന് പറയത്തില്ല. പറയുന്നതിന്റെ കാരണം നമ്മുടെ പല പഠനങ്ങളും ചില ഡേറ്റ കളക്ഷനായി അതപ്പതിക്കുകയാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലിപീഠത്തിൽ പിടിച്ചു കിടത്തി. സ്വർഗം തുറന്നു. സൺഡേ സ്കൂൾ പുസ്തകത്തിൽ അബ്രഹാമിന്റെ ബലി എന്ന് പറഞ്ഞ് 5-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട വേദഭാഗം നല്ലൊരു അധ്യാപകൻ അങ്ങേര് നന്നായിട്ട് ഉള്ളു തുറന്ന് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തൊടുന്നത് പോലെ ഇത് പഠിപ്പിച്ചു. മാലാഖ പറഞ്ഞു, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുതേ എന്ന് പറയുകയും ഒരു കൊച്ചു പൊട്ടിക്കരഞ്ഞു, നിലവിളിച്ചു കരഞ്ഞു. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, എന്നാ മോനെ നീ കരയുന്നത്? അപ്പൊ കൊച്ചു പറഞ്ഞു, എന്റെ സാറേ, മാലാഖ വരാൻ അല്പം താമസിച്ചെങ്കിൽ
നമ്മുടെ ഈസൊക്കെ മരിച്ചു പോകുമല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞതാണ്. മരിച്ചു പോകുമല്ലോ ഓർത്ത് ഒന്നോർത്ത് നോക്കിക്കേ. എന്തെങ്കിലും ഒരു താമസം മാലാഖയ്ക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പം ബലിപീഠത്തെ ഇസഹാക്ക് രണ്ട് തുണ്ടമായി കണ്ടേ. കാര്യം ഒരു മടി അബ്രഹാമിനില്ല. പക്ഷേ സമർത്ഥനായ അധ്യാപകൻ ആ കൊച്ചിന്റെ മുഖത്ത് നോക്കി അതിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഗോഡ്സ് ഏഞ്ചൽ നെവർ 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 ബി ലേറ്റ്. ദൈവത്തിന്റെ മാലാഖ ഒരിക്കലും 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 താമസിക്കത്തില്ല. സഹോദരങ്ങളെ, ഇന്നും എബ്രായക്കാരൻ പർവ്വതത്തിലേക്ക് കണ്ണുയർത്തുന്നതിന്റെ കാരണം അവിടെ വെച്ച് പിതാവായ അബ്രഹാം ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും തിരിച്ചറിഞ്ഞു. സൺഡേ സ്കൂളിൽ പഠിക്കുമ്പം ആ കൊച്ചിനോട് പറയണം, നമ്മുടെ കൂടെ ദൈവത്തിന്റെ മാലാഖയുണ്ട്. ദൈവത്തിന്റെ മാലാഖ ഒരിക്കലും താമസിക്കത്തില്ല. സഹോദരങ്ങളെ, ആയുസ് പര്യന്തം ആ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് ഒരു കാവൽ മാലാഖയുടെ പടം, കാവൽ മാലാഖയുടെ സാന്നിധ്യം അത് മറക്കത്തില്ല. അങ്ങനെ പഠിച്ചാൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു കുഞ്ഞും നഷ്ടപ്പെടത്തില്ല. ഞാൻ തിരിച്ചു വരട്ടെ. മോറിയാമലയുടെ ഉത്തംഗ ശൃംഗം, അവിടെയാണ് എബ്രായക്കാരൻ ആദ്യമായി തമ്പുരാന്റെ കണ്ണും തമ്പുരാന്റെ ഹൃദയവും തിരിച്ചറിഞ്ഞത്. നിങ്ങൾക്കറിയാവോ, ശലോമോൻ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത് ഈ മലയിലാണ്. ദാവീദിന്റെ നഗരം യഥാർത്ഥത്തിൽ കേന്ദ്രമായി ക്രമീകരിക്കപ്പെട്ടത് മോറിയ മലയാണ്. പുതിയ നിയമസഭ വ്യാഖ്യാനിച്ചപ്പോൾ അവര് പറഞ്ഞ എന്നാന്നറിയാവോ? സർവ ലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി തന്റെ ശരീരമായ സഭയെ തെരഞ്ഞെടുക്കുവാൻ വിലാപ്പുറത്ത് നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിയ മശിഹാ തമ്പുരാന്റെ കുരിശ് നാട്ടിയതും ഈ മലയിലാണ്. അതുകൊണ്ടാണ് പഴയ ബൈസാന്റിയൻ പാരമ്പര്യത്തിൽ യേശു ക്രിസ്തുവിന്റെ കുരിശ്, കർത്താവിന്റെ വിലാവിൽ നിന്ന് രക്തം ഒഴുകുകയാണ്. ആ രക്തം ഇറ്റിറ്റു വീഴുന്നത് ഈ കുരിശിനടിയിൽ ഒരു തലയോട്ടിയുണ്ട്. ആ തലയോട്ടി ആദാമിന്റെ തലയോട്ടി. ബൈസാന്റിയൻ പാരമ്പര്യത്തിൽ പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിനെ കബറടക്കപ്പെട്ടതും ഈ സ്ഥലത്ത്. എത്ര ഭയങ്കരം! അവിടെ വെച്ചാണ് തമ്പുരാന്റെ കണ്ണും തമ്പുരാന്റെ ഹൃദയവും എബ്രായക്കാർക്ക് മനസ്സിലായത്. മറ്റൊരു സന്ദർഭം പറയുന്നത് ദൈവത്തിന്റെ പർവ്വതമായ ഹേറോബിൽ, അത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായമാണ്. യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ യാത്ര ചെയ്യുകയാണ്. അവിടെ വെച്ചാണ് ഈ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടത്. അസാധാരണമായ കാഴ്ച, അനതിസാധാരണമായ കാഴ്ച. സാധാരണ മുൾപ്പടർപ്പ് കത്തുന്നത് ഒരാട്ടിടയൻ എന്ന രീതിയിൽ മോശ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ വെന്തു പോകുന്നില്ല. He came so near to the burning bush. അവരെ കത്തുന്ന മുൾപ്പടർപ്പിന്റെ അരികിലേക്ക് ചെന്നു. അവിടെയാണ് ഇന്നും നമ്മൾ ഒരാലയത്തോട് ചേർന്ന് ചിന്തിക്കുന്ന പ്രധാന വാക്ക് എഴുതി വെച്ചത്. നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. നമ്മുടെയൊക്കെ വിചാരം എല്ലാ സ്ഥലവും ഒരുപോലെയാണ്. നമ്മുടെ പള്ളി ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിന്റെ അല്ലെങ്കിൽ നാട്ടിലേക്കും വിശുദ്ധമാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക. പെട്ടെന്ന് മോശ ഒരു ജിജ്ഞാസയിൽ ചോദിച്ചതാ, നീ ആരാണ്? I am that I am. ഞാനാകുന്നവൻ. അടുത്ത വാക്ക് എന്നറിയാവോ? ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. പട്ടംകുടയിൽ വിശ്വാസ പ്രഖ്യാപനം, പ്രത്യേകിച്ച് കൗദാശിക ഭാവത്തിന്റെ 1-ാം ഭാഗം അനുതാപവും 2-ാം ഭാഗം വിശ്വാസ പ്രഖ്യാപനവുമാണ്.
വിശ്വാസ പ്രഖ്യാപനത്തിൽ പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു എന്ന് അമാലോകിയയിൽ ഏറ്റു പറയിപ്പിച്ചു. പറഞ്ഞു കഴിഞ്ഞ അടുത്ത വാക്ക് എന്നാന്നോ? ദൈവമേ നിന്റെ കരുണയ്ക്ക് സ്തുതി. കാരണം അതിലപ്പുറം അന്വേഷിക്കുവാൻ നമ്മുടെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് മുൾപ്പടപ്പിൽ നിന്ന് ശബ്ദമുണ്ടായി കഴിഞ്ഞ് മോശ ഒന്നും ചോദിച്ചില്ല. കാരണം ആ ഉത്തരം എല്ലാത്തിന്റെയും സർവ്വ അന്വേഷണത്തിന്റെയും പരിസമാപ്തിയാണ്. ദൈവം തന്റെ ഹൃദയവും ബാക്കി ഇപ്പൊ ഞാനൊന്ന് തിരിച്ചു പറഞ്ഞ തന്റെ ഹൃദയവും തന്റെ കണ്ണും എബ്രായക്കാർക്ക് വെളിപ്പെടുത്തിയത്. മൂന്നാമത്തേത് പുറപ്പാട് പുസ്തകം 33-34 അധ്യായങ്ങൾ തന്നെ. വ്രതം എടുത്തുകൊണ്ട് 40 ദിവസത്തെ നോയമ്പോടുകൂടി എബ്രായ ചരിത്രത്തിന്റെ നെടുന്തൂണായ മോശ സീനായി മലയുടെ മുകളിലേക്ക് കയറി ചെന്നു. അസെൻഷൻ ഓഫ് മോസസ്, മോശയുടെ അവരോഹണം, ആരോഹണം, മോശയുടെ ആരോഹണം, അസെൻഷൻ. നിസ്രായേലിലെ മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു, നിശ്ചയദാർഢ്യത്തോടും ജീവിത വിശുദ്ധിയോടും മോശ കയറി ചെന്നപ്പം കരുണാമയനായ ദൈവം ഇറങ്ങി വന്നു. ഈ ദബറോനൂസോ, മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇറക്കമാണ്, ദൈവത്തിന്റെ വിനയപ്പെടിയിലാണ്, ദൈവത്തിന്റെ സ്വയമേവ താഴ്ത്തപ്പെടുന്ന അവസ്ഥ. അതാദ്യം അനുഭവിച്ചത് സീനായി മലയിലാണ്. മോശ കയറി ചെന്നു, ദൈവം ഇറങ്ങി വന്നു. ദൈവം സ്വന്തം വിരലുകൾ കൊണ്ട് 2 കൽപ്പലകകളിൽ വചനം എഴുതി മോശയ്ക്ക് കൊടുത്തു. എബ്രായക്കാര് പറഞ്ഞു, ഇതാണ് തമ്പുരാന്റെ കണ്ണും തമ്പുരാന്റെ ഹൃദയവും വെളിപ്പെട്ട മൂന്നാമത്തെ സന്ദർഭം. ഞാൻ എൻ്റെ കണ്ണ് ശരിക്കും പറയുന്നേ, ഞാൻ എൻ്റെ കണ്ണ്, എന്റെ സഹായം 3 പർവ്വതങ്ങൾ, മോറിയാമലയും സീനായി മലയും ഹോറേബ് പർവ്വതവും. സഹോദരങ്ങളെ, ഈ വേദവാക്യത്തിന്റെ അർത്ഥപൂർണമായ 5ാമത്തെ വ്യാഖ്യാനം, ഈ 3 പർവ്വതങ്ങളും പഴയ നിയമ പ്രതീകങ്ങളും അതെല്ലാം കാലസമ്പൂർണതയിൽ ചരിത്രത്തിന് വെളിപ്പെട്ടു. എങ്ങനെയാണെന്നറിയാവോ? സീനായിഗിരി നിൻ സവിതേ വിറപൂണ്ടു നാഥദേവേശ ഗിരിവാരിധിതരനം നിന്നെ കന്യകയാം വേഴ്ചപ്പെടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു. പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഇപ്പം മറന്നുപോയി കാണും. അതാണ് നമ്മുടെ ദൈവാദിനം. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന അച്ഛന്മാരുടെ ഒക്കെ ഭാഗ്യം അതാ. എന്നാ പറഞ്ഞാലും ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് പിന്നെയും പറയാം. പള്ളിയെ കുറിച്ച് 3 കാര്യം പറഞ്ഞു തന്നെ. 1, കർത്താവിന്റെ ശരീരമാകുന്ന പള്ളി. 2ാമത്തേത് നമ്മൾ അംഗത്വമുള്ള, നമ്മൾ ശുശ്രൂഷിക്കുന്ന പള്ളി. 3ാമത്തേത്, എന്നാൽ ഈ 3 പള്ളിക്കും ചരിത്രത്തിൽ ഒരു ഇടം കൊടുത്ത പള്ളിയുണ്ട്. അത് ഓർത്തിരിക്കാൻ അച്ഛൻ പറയുന്നൊന്ന് കേട്ടോണേ. എൻ്റെ കൂടെ പറയാമെങ്കിൽ നല്ലതാ. അമ്മയാണ് പള്ളി. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറയുന്നേ എന്ന് പറഞ്ഞ എന്നെ അർത്ഥം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. മോറിയാമലയും ഹെറോബ് പർവ്വതവും സീനായി പർവ്വതവും ഒക്കെ ടൈപ്പുകളാണ്, ഇമേജസ് ആണ്. അതെല്ലാം വിരൽ ചൂണ്ടുന്നു എവിടേക്ക്? കാലസമ്പൂർണതയിൽ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും ചരിത്രത്തിന് വെളിപ്പെടുത്തി. ആ പള്ളിയാണ് പരിശുദ്ധ കന്യക മറിയം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാർ,
അവരമ്മയെക്കുറിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞ എന്നാന്നോ? ദ ഇൻവിസിബിൾ ഗോഡ്, ദ ഇൻവിസിബിൾ ഗോഡ് became visible through Saint Mary, the mother of God. പരിശുദ്ധ ദൈവമാതാവിലൂടെ അദൃശ്യനായ ദൈവം ലോകത്തിന് വെളിപ്പെട്ടു. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരൊക്കെ അവർ ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ന് സുവിശേഷം പ്രസംഗിച്ച് പള്ളി സ്ഥാപിച്ചപ്പോഴും അവരുടെ നാമത്തിലാ സ്ഥാപിച്ചെന്നറിയാവോ? അമ്മയുടെ നാമത്തില്. ഇന്നാണെങ്കിൽ തീർച്ചയായും ബാക്കി ഞാൻ പറയുന്നില്ല. തോമസ് സ്ലീഹായും യാക്കോബ് അപ്പോസ്തലനും പത്രോസ് സ്ലീഹായും ഒന്നും അവരുടെ നാമത്തിൽ ഒരു പള്ളി പോലും സ്ഥാപിച്ചില്ല. പരിശുദ്ധനായ മാർത്തോമാ സ്ലീഹ ഈ മലങ്കരയിൽ വന്നു. 1950 രക്തസാക്ഷി വാർഷികം, അതാണ് ഈ വർഷം നിരണം വല്യപള്ളി വെച്ച് നമ്മൾ സമാരംഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ 7 പള്ളികൾ സ്ഥാപിച്ചു. ഈ 7 പള്ളികൾ അപ്പോസ്തലനായ തോമസ് സ്ലീഹ സ്ഥാപിച്ചതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് 7 പള്ളികളും ആരുടെ നാമത്തിലാ? അമ്മയുടെ നാമത്തില്. ഒന്നുകൂടെ ചുമ്മാ അച്ഛൻ്റെ കൂടി എന്ന് പറഞ്ഞേ, അമ്മയാണ് പറയുന്നേ, അമ്മയാണ് പള്ളി. നിങ്ങൾക്കറിയാവോ, ദേവാലയ കൂദാശ നടക്കുമ്പം ത്രോണോസിനരികെ ശിലാസ്ഥാപനം നടത്തും. അതാണ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം. ആദ്യം പണി തുടങ്ങുമ്പോൾ ഇടുന്ന കല്ല് മാത്രമല്ല, ശരിയായ ശിലാസ്ഥാപനം അവിടെയാ. ഏത് വിശുദ്ധന്റെ നാമത്തിലാണെങ്കിലും ആ കല്ല് സ്ഥാപിക്കുന്നത് ആരുടെ നാമത്തിലാണെന്നറിയാവോ? അമ്മയുടെ നാമത്തിൽ. കാരണം ചരിത്രത്തിനെ തമ്പുരാന്റെ കണ്ണും തമ്പുരാന്റെ ഹൃദയവും വെളിപ്പെടുത്തിയ പള്ളി പരിശുദ്ധ കന്യക മറിയമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. 6ാമതാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. 7ാമത്തെ കാര്യം, അതാണ് ഇതിലേക്കും പ്രധാനപ്പെട്ടത്. യഹൂദന്മാർ അവർ ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ കണ്ണും സൂക്ഷിച്ചു വെച്ചു. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്നെ ഈ അച്ഛൻ പറയുന്നേ? ഒന്നുകൂടെ അച്ഛൻ പറയുന്നത് കേട്ടേ. യഹൂദന്മാർ ദൈവത്തിന്റെ കണ്ണും, ബാക്കി എന്നാ പറഞ്ഞേ? ദൈവത്തിന്റെ ഹൃദയവും സൂക്ഷിച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? വരുന്ന തലമുറയ്ക്ക് മനസ്സിലാകാൻ. അത് എന്നത്തിനകത്താന്നോ വെച്ചത്? സാക്ഷിയിൻ പെട്ടകത്തിൽ. എവിടെയാ വെച്ചേ? അത് 3 പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളാണ്. 3 പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ. 1 മന്ന ഇട്ടുവച്ച നിക്ഷേപപാത്രം, 2 നിയമത്തിന്റെ 2 കൽപ്പലകകൾ, 3 അഹറോന്റെ തളർത്തവടി. 7ാമത് പറയാൻ പോകുന്നത് അതാണ്. എന്നത് ഒന്നുകൂടെ പറഞ്ഞേ. മന്ന ഇട്ടുവച്ച നിക്ഷേപപാത്രം. രണ്ടാമത്തേത് നിയമത്തിന്റെ 2 കൽപ്പലകകൾ. 3ാമത്തേത് അഹറോന്റെ തളർത്തവടി. എബ്രായ ചരിത്രത്തിൽ പിതാക്കന്മാർക്ക് ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും വെളിപ്പെട്ട 3 മഹനീയ മാതൃകകൾ. അത് ഈ ശലോമോൻ ദേവാലയം പണിയുന്നത് വരെ സാക്ഷി പെട്ടകത്തിൽ സൂക്ഷിച്ചു വെച്ചു. ഇനി എന്റെ നേരെ നോക്കിക്കേ. എബ്രായക്കാരുടെ വലിയൊരു അഭിമാനം, അവർ നസ്രായക്കാരൻ യേശുവിന്റെ അരികെ വന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വലിയവനാണോ നീ? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ വെച്ച് ദൈവം, ബാക്കി നിങ്ങൾ പറ, ദൈവം എന്നാ കൊടുത്തു? മന്ന കൊടുത്തു. സീൻ മരുഭൂമിയിൽ വെച്ച് മനുഷ്യൻ അധ്വാനിക്കാതെ സ്വർഗത്തിന്റെ ഭക്ഷണം സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകൊക്കെ. ദൈവമാണ് സ്നേഹിക്കുന്നത്, ദൈവമാണ് കരുതുന്നത്, ദൈവമാണ് സംരക്ഷിക്കുന്നത്. ഇത് മനസ്സാരനും ഏത് തലമുറയിലും ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാർ അവർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു. പക്ഷെ ഇത് കേട്ടിട്ട് യേശുക്രിസ്തു യഹൂദനായിട്ടും വലിയ അഭിമാനം കൊണ്ടില്ല. കർത്താവ് ഒരു മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് പ്രധാനപ്പെട്ട വിഷയം.
മന്ന ഭക്ഷിച്ചിട്ടും ബാക്കി മരിച്ചുപോയി. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചുപോയി. എന്നാൽ യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും ഞാൻ കുറെ പഴയ നിയമ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. അവിടെ ഇത് മനസ്സിലാകത്തില്ല സഹോദരങ്ങളെ. നമുക്ക് കർത്താവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയുടെ അംഗങ്ങളായി നമുക്ക്, ക്രിസ്തു നമ്മിൽ വസിക്കുന്ന ദൈവമന്ദിരങ്ങളായ നമുക്ക് ദൈവത്തിന്റെ ഹൃദയവും ദൈവത്തിന്റെ കണ്ണും അത് യഥാർത്ഥത്തിൽ ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവാണ്. പലരും ചോദിക്കും, സഭ നമുക്ക് എന്നാ തരുന്നു? ആ സഭ നമുക്ക് വാർദ്ധക്യ പെൻഷൻ നൽകുന്നു അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം 4ാം ക്ലാസ് 4 പ്രാവശ്യം എഴുതിയാലും ആര് ജോലി തരണം? സഭ ജോലി തരണം. നമ്മുടെ ആവശ്യങ്ങൾ എത്ര ഭയങ്കരമാണ്. അങ്ങനത്തെ ഒരു കമ്പനിയാണോ സഭ? ഇന്നത്തെ പല വിമർശനത്തിന്റെയും ഭാഗം ഞങ്ങൾ കുറെ തൊഴിലാളികൾ, ഞാൻ ആ വാക്ക് ക്ഷമിക്കണം, നിങ്ങൾ എല്ലാവരും അങ്ങനെ പറയത്തില്ല, അതെനിക്കറിയാം. അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം. ഞങ്ങൾക്ക് എന്താണ് സഭയിൽ നിന്ന് കിട്ടുന്നത്? സത്യത്തിൽ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ആ രാത്രിയിൽ കർത്താവ് തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ആ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമാണ്. ഇപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചിട്ട് ശിഷ്യ സമൂഹത്തിന് നൽകിയിട്ട് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിലേക്കുള്ള എൻ്റെ രക്തമാണ്. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും, ബാക്കി പറ, ഒരപ്പോസ്തലനും തന്റെ സുവിശേഷ പ്രസംഗത്തിൽ ഭൗതികമായ സുഖങ്ങളെക്കുറിച്ചോ റോമ സാമ്രാജ്യത്തിലെ തൊഴിലിനെ കുറിച്ചോ വസ്തുവകകളെ കുറിച്ചോ ഈ ലോകത്തിന്റെ നേട്ടങ്ങൾ തരാവുന്ന ഒരു സാധ്യതയായോ സഭയെ അവതരിപ്പിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യവസായിക ലാഭനഷ്ട കണക്കിന്റെ അടിസ്ഥാനത്തിൽ സഭയെ വ്യാഖ്യാനിക്കുന്ന ഒരു ഗതികെട്ട സാഹചര്യമാണ് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള സാധനങ്ങളുടെ സംഭരണശാലയായി സഭയെ കാണുന്നത്. ആ രാഷ്ട്രീയം അത് ഇടവകയിലും സഭയുടെ പൊതുമേഖലകളിലും വന്നതാണ് സഭയുടെ നാശത്തിന്റെ കാരണം. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. സഭയുടെ പ്രയോറിറ്റി അതിന്റെ കൗദാശിക പ്രാധാന്യമാണ് സഹോദരങ്ങളെ. ഒരു ഗവൺമെന്റിനോ ഒരു പൊതുസ്ഥാപനത്തിനോ നമുക്ക് പലതും തരാൻ സാധിക്കും. എന്നാൽ അവർക്കാർക്കും തരാൻ സാധിക്കാത്തതാണ് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ. കൗദാശികമാണ്. ഒരു വൈദികനിൽ നിന്നും പൗരോഹിത്യ നേതൃത്വത്തിൽ നിന്നും സഭയുടെ ആത്മീയതയിൽ നിന്നും യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹം പ്രതീക്ഷിക്കേണ്ടതും വിശ്വാസ സമൂഹത്തിന് നൽകേണ്ടതും. ആ പ്രയോറിറ്റി നഷ്ടപ്പെടുമ്പോൾ ഈ നേതൃത്വങ്ങളൊക്കെ മറ്റ് സ്ഥാനങ്ങളുടെയും സ്വാധീനങ്ങളുടെയും ചവിട്ടുപടിയാകുമ്പോഴാണ് ആത്മീക പാതകൾ വിമർശന വിധേയമാകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും നമ്മെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവന്റെ അച്ചാരമായ, അമർത്യതയുടെ ഭക്ഷണമായ, അനശ്വരതയുടെ ഭക്ഷണമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധതയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ഉസ്സിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യെശയ്യാവ് കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ശ്രോപ്പേന്മാർ ചുറ്റും നിന്നു. അവയ്ക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ പരസ്പരം, അതാണ് കൊറിയോഗ്രാഫി. ഒരുത്തനോടൊരുത്തൻ പരസ്പരം സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോഴാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ,
ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ആരാധനാ ജീവിതത്തിൽ ഈ അനുതാപത്തിന്റെ വാതിലുകൾ തുറക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്ക് വന്നിരിക്കുന്ന ആരാധനയുടെ വലിയൊരു ഗതികേടാണ്. ഓരോ പള്ളിയിലും ഒന്നോ രണ്ടോ പുരുഷന്മാരും സ്ത്രീകളും അവരാണ് ആരാധന നിയന്ത്രിക്കുന്നത്. അതിന് ഇന്നത്തെ രീതിയിലുള്ള ഒരു പുതിയ ആരാധന പരിശീലന കളരിയായി അത് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതല്ല. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പള്ളിയുടെ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. പണ്ട് പാമ്പാടി തേറ ഒരു ചെറിയ പള്ളിയായിരുന്ന സമയം പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ PC ഓന്നാൻ റമ്പാച്ചനും ആ ചുറ്റുപാടുള്ള കൃഷിക്കാരായ വലിയ ശുശ്രൂഷകരും, കൃഷിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ, അംസുൽത്തോ കാദിസ്തോ നിഷ്ഠയിൽ നിന്നെ പറ്റ ആ പാട്ട് മുതൽ കൊക്കിലിയോൻ വരെ ഭംഗിയായി സുറിയാനി ചൊല്ലാൻ അറിയാവുന്ന നല്ല അപ്പച്ചന്മാർ അവരൊക്കെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച ഒരു സന്ദർഭം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലിയാൽ പുറകിൽ നിന്ന് കേൾക്കുന്നത് മഹാജനത്തിന്റെ ആരവം, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഒരു കീബോർഡിന്റെ അസിസ്റ്റൻസും ഇല്ല, ഒരു താളാത്മകമായ ശബ്ദവുമില്ല. പക്ഷെ അവിടെ ആരാധനയുടെ ദൈവീകത, പ്രായമുള്ള വല്യമ്മച്ചിയും കൊച്ചു കുഞ്ഞും എല്ലാവരും ഒരുമിച്ച് ആരാധനയെ സംബന്ധിക്കുന്ന മഹത്തരമായ ശബ്ദം. അവിടെയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ശ്രോപ്പന്മാരിൽ ഒന്ന് യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് പറന്നു വന്ന പ്രവാചകന്റെ വായിക്കതോടെ വെച്ച് പറഞ്ഞു, ഇതാ ഇത് നിന്റെ അതരത്തെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സഭ നൽകുന്ന യഥാർത്ഥത്തിൽ പുതിയ നിയമസഭ മനസ്സിലാക്കേണ്ട തമ്പുരാന്റെ കണ്ണും തമ്പുരാന്റെ ഹൃദയവും ആരാധനയും കൗദാശിക ജീവിതവുമാണ്. അതിലെ സംഘബോധമാണ്. ആ സംഘബോധത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും തിരിച്ചറിഞ്ഞാൽ തലമുറ നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഇന്ന് നമ്മുടെ പല വൈദികരും, പ്രത്യേകിച്ച് അൻപുടയോനെയും യാചിക്കേണ്ട സമയം ഇതാവൊക്കെ ചൊല്ലുമ്പം ഈ ടൈറ്റസ് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പം മൈക്ക് ഓഫ് ചെയ്യിക്കുകയാണ് പള്ളിയിൽ നിന്ന്. ഏറ്റവും നല്ലതാ എല്ലാവരും ഒരുമിച്ച് സത്യത്തിൽ ആരാധനയിൽ പങ്കെടുക്കുമല്ലോ. ഒന്നാമത്തെ വാക്ക്, ഒന്നാമത്തെ ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവും എന്നതിൻ്റെ ഈ കാലഘട്ടത്തിലെ വ്യാഖ്യാനം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, രണ്ടാമത്തേത് സീനായ് മലയുടെ മുകളിൽ വെച്ച് തമ്പുരാൻ തൻ്റെ വിരലുകൾ കൊണ്ട് കല്ലിന്മേൽ, 2 കല്ലിന്മേൽ 10 കൽപ്പന എഴുതി കൊടുത്തു. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യ ലേഖനത്തിലും 2 കൊരിന്ത്യ ലേഖനത്തിലും അദ്ദേഹം നല്ല പണ്ഡിതനായ യഹൂദനായ പ്രമാണം ഗമാലിയയിൽ നിന്ന് പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സംഭവം സീനായ് മലയിൽ കൽപ്പലകകളിൽ എഴുതപ്പെട്ട ദൈവവചനം അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ച ഒരു സംഭവമാണ്. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, പഴയ നിയമം ന്യായപ്രമാണം കല്ലിന്മേൽ എഴുതപ്പെട്ടുവെങ്കിൽ ജീവന്റെ വചനം ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രധാന പ്രശ്നം എന്താ നിങ്ങൾക്കറിയാവോ? സഹോദരങ്ങളെ, ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവുമായി തമ്പുരാൻ ലോകത്തിന് നൽകിയ ഈ ജീവന്റെ വചനം നമ്മുടെ ആധ്യാത്മികതയിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ വീടുകളിൽ വേദപുസ്തക വായനയില്ല. ഒരു ഭവനകൂദാശയ്ക്ക് ചെന്ന് സ്വർഗസ്ഥനായ പിതാവെ വരെ ചൊല്ലുമ്പം എല്ലാവരും ഒന്ന് ചുണ്ടനക്കും. അത് കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയ്ക്കും ഒരു വീട്ടിൽ നിന്ന് മറുപടി കേൾക്കുന്നില്ല. ദേവാലയത്തിലെ ആരാധനയിൽ കുർബാനക്രമം കൈപിടിച്ചുകൊണ്ട് ആരാധനയെ സംബന്ധിക്കാത്തത് കൊണ്ട് വായി വരുന്നതും പണ്ടെങ്ങാണ്ടോ കേട്ടതുമായതൊക്കെ വിളിച്ചു ചൊല്ലുകയാണ്. ഇന്നലെ ഒരിടത്ത് പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പം എന്റെ ദൈവമേ, നിസ്സാരം പരിശുദ്ധ ദൈവമാതാവിന്റെ കുക്കിലിയോൻ ചൊല്ലി. ആ കുക്കിലിയോൻ ചൊല്ലിയപ്പം മന്നമകൾക്കായി ശ്ലോമോ എന്ന പാട്ട് ചൊല്ലിയപ്പം പുറകിൽ നിന്നവരൊക്കെ ചൊല്ലിയത് എന്താണ്? യഥാർത്ഥത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ. നമുക്ക് പറ്റിയ ഗതികേട് എന്താന്നോ? നമ്മുടെ വീടുകളിൽ
ഞാൻ ഇന്ന് ഈ പറഞ്ഞ ഈ 1 മണിക്കൂർ സമയം പറഞ്ഞതിൽ എൻ്റെ സഹോദരങ്ങളെ ഇത് മറക്കരുതേ. കാതലായ പ്രശ്നം, നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയില്ല. നമ്മുടെ ഭവനങ്ങളിൽ വേദപുസ്തക വായന നിന്നുപോയി. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ബാലപാഠം മുതൽ 12ാം ക്ലാസ് വരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ പ്രാർത്ഥന ചൊല്ലാൻ പഠിപ്പിച്ചോ? ഒരു വല്ലാത്ത ചോദ്യം. ചിലപ്പം അച്ഛനും അധ്യാപകനും കണ്ടത് 6ാം ക്ലാസ്സിലെ പുസ്തകം മാത്രം. 6ാം ക്ലാസ്സിലെ പുസ്തകം മാത്രം നോക്കിയപ്പം ഇതിനകത്ത് കുറവാണല്ലോ. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ 3 പാഠങ്ങളേ ഉള്ളൂ. എന്നാൽ ബാലപാഠം മുതൽ 12ാം ക്ലാസ് വരെയുള്ള പുസ്തകത്തിന് ഒരു ക്രമമുണ്ട്. സമഗ്രമായ ഒരു പാഠ്യപദ്ധതി. ആദ്യത്തെ 5 പാഠം പുതിയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചും പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിലെ ഓരോ ഭാഗത്തെക്കുറിച്ചും, പിന്നീടുള്ള 7 അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ, യേശുക്രിസ്തു പഠിപ്പിച്ച ഉപമകൾ, 4 സുവിശേഷങ്ങൾ, അതിനെക്കുറിച്ച്. പിന്നീടുള്ള 3 അധ്യായങ്ങൾ, ഒരു പുസ്തകത്തിൽ ഏകദേശം 26, 25, 26 പാഠങ്ങളുണ്ട്. പിന്നീടുള്ള 3 പാഠങ്ങൾ ധന്യനായ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ചും പൊതുലേഖനത്തെക്കുറിച്ചും. അത് കഴിഞ്ഞു വരുന്ന 3 6 പാഠങ്ങൾ സഭയുടെ കീർത്തനങ്ങളും പ്രാർത്ഥനകളും. അത് ബാലപാഠത്തിൽ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കുമെങ്കിൽ 10ാം ക്ലാസ്സിൽ ഹാശാഴ്ചയിലെ പ്രത്യേക കൗമകളും ദുഃഖശനിയാഴ്ചത്തെയും പെസഹ വ്യാഴാഴ്ചത്തെയും വിശുദ്ധ കുർബാനയുടെ പ്രത്യേകത വരെ പഠിപ്പിക്കും. കുടുംബാരാധനക്രമം, കുർബാനക്രമത്തിന്റെ പാട്ടുകൾ, പ്രതിവാക്യങ്ങൾ, നോയമ്പിലെ 3 നോയമ്പിലെയും വലിയ നോയമ്പിലെയും മുഴുവൻ പ്രാർത്ഥനാക്രമം, ഹാശാഴ്ചയിലെ പ്രത്യേക കൗമകൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കും. പക്ഷെ വല്ല ഗുണമുണ്ടോ? എന്നാ ഗുണമില്ലാത്തതിൻ്റെ കാര്യം എന്നറിയാവോ? നന്നായിട്ട് കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ചതാണ് ഒരു അധ്യാപകൻ. പക്ഷേ പിറ്റേ ഞായറാഴ്ച തിരിച്ചു വന്നു. ആ കൊച്ചിനോട് ചോദിച്ചു, മോനെ നീ ഒന്ന് കുരിശു വരച്ചേടാ. അവനോടനെ ഇടത്തെ കൈ ചുരുട്ടി നെറ്റിയെ വെക്കുകയാണ്. എല്ലാ കാര്യം കഴിഞ്ഞ 7 ദിവസം അവന് കുരിശുവര നടന്നിട്ടില്ല. സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്കിക്കേ. പഠനം, പരിശീലനം, പരീക്ഷ. അച്ഛൻ പറയുന്ന ഒന്നുകൂടെ കേട്ടെ. പഠനം, പരിശീലനം, പരീക്ഷ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത് പറഞ്ഞ പരിശീലനമാണ്. പഠനം അതിനൊരു 25% സാധ്യതയുണ്ട്. എന്നാൽ പരിശീലിക്കാതെ ആരും പഠിക്കത്തില്ല. ഇതിൽ പരീക്ഷ എന്ന് പറയുന്നത് അത് ഓൺലൈൻ നടന്നാലും ഓഫ്ലൈൻ നടന്നാലും പേപ്പറിൽ എഴുതിയാലും ഫോൺ കൊണ്ട് എഴുതിയാലും ഒരു മതപഠനത്തിൽ പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതേസമയം ഇന്ന് എല്ലാവർക്കും പ്രധാനപ്പെട്ടത് 46 ഞായറാഴ്ചയും സൺഡേ സ്കൂളിൽ പോയില്ലേലും പരീക്ഷയ്ക്ക് ഇരിക്കണം. ഓരോ ദിവസവും ഓരോരുത്തർ വിളിക്കുമ്പോഴത്തെ ടെൻഷൻ. ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവൻ ഇരുന്ന് 11ാം ക്ലാസ്സിലെ മുഴുവൻ കൊച്ചിനെ പഠിപ്പിച്ചു. പക്ഷേ കിട്ടിയത് എന്നതാ അങ്ങനെ ഒരമ്മ ഒരു രാത്രി കൊണ്ട് പഠിപ്പിക്കാവുന്ന സാധനമല്ല 11ാം ക്ലാസ്സിലെ പുസ്തകം. ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മൾ ഇന്ന് വിസ്മരിച്ചു ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവുമാകുന്ന തിരുവചനം. ഏവങ്കേലിയും വായനയുള്ളത് കൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പുരോഹിതർ. അപ്പം നിങ്ങൾ പറയും ആഴ്ചയിൽ ഒന്നേലും കുർബാന ഉള്ളതുകൊണ്ട് അച്ഛൻ ഇത് വായിക്കുമല്ലോ എന്ന്. അങ്ങനെയല്ല. അച്ഛനാണേലും വിശ്വാസ സമൂഹമാണേലും സഹോദരങ്ങളെ, തമ്പുരാന്റെ കണ്ണ്, തമ്പുരാന്റെ ഹൃദയം നമുക്ക് മനസ്സിലാകുന്നത് ഈ ദൈവവചനത്തിലൂടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനത്തെ ഭാഗം അതാണ് എൻ്റെ മനസ്സിലെ ഈ വേളത്തെ ഈ വേദഭാഗം തിരഞ്ഞെടുക്കാനുള്ള വിഷയവും. എന്തൊരു വിമർശനമാണ്! കിട്ടുന്നവരെല്ലാം യാതൊരു മടിയും കൂടാതെ ചവിട്ടി തേക്കുകയാണ്. ആരെ? നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടിക്കാണും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇസ്രായേൽ മക്കൾ ഗോത്രമായി അവരുടെ പ്രയാണ കാലഘട്ടത്തിൽ സമാഗമന കൂടാരം ക്രമീകരിച്ചു, ആരാധന ആരംഭിച്ചു. മോശയും അഹറോനുമാണ് സമാഗമന കൂടാരത്തിൽ ധൂപം അർപ്പിക്കുന്നത്. ഒരു ദിവസം 12 ഗോത്രത്തിലെ, പ്രത്യേകിച്ച് 11 ഗോത്രത്തിൽ, ലേവി ഗോത്രത്തിലല്ലാത്ത 11 പേരും വന്നു. 11 പേരും വന്ന് മോശയോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അഹറോനും മോശയും മാത്രം സമാഗമന കൂടാരത്തിൽ കയറുകയും
ഞങ്ങളെല്ലാം പുറത്ത് നിന്ന് ഈ കുരിശ് അവിടെ കുരിശ് വരെ ഇല്ലല്ലോ, ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം കേട്ടെ ഞങ്ങൾ ഇങ്ങനെ ആമീൻ പറയുകയും ചെയ്യുന്ന പരിപാടി ഇനിയില്ല. അഹറോനും മോശയും ധൂപം അർപ്പിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഇനി ഒരു ധൂപക്കുറ്റിയും കൊണ്ടുവരികയാണ്. ഞങ്ങൾക്കും ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ വീശണം. പിള്ളേർ പറയുന്ന ഒരു ഇതാ, എടാ ഇന്നത്തെ വീശനിക്കാ കേട്ടോ, ഞങ്ങൾക്കും വീശണം. പാവം മോശ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. അങ്ങേര് സമാഗമന കൂടാരത്തിൽ വന്ന് കവിണ്ണു വീണ് കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, പൗരോഹിത്യത്തിനെതിരെ എല്ലാവരും കൂടെ കൂടിയിരിക്കുകയാണ്, എന്നാ ചെയ്യണം? യഹോവയാം ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മോശയോട് പറഞ്ഞു, ഈ സന്ധ്യാസമയം നീ ഒരു കാര്യം ചെയ്യണം. ഇസ്രായേൽ ഗോത്രത്തലവന്മാരുടെ കയ്യിൽ നിന്ന് വടി വാങ്ങിക്കണം. അടി വാങ്ങിക്കണമെന്നല്ല, എന്നാ പറഞ്ഞേ? അയ്യോ കേട്ടോടാ, ഞാൻ പറയുന്നത് കേട്ടോ. എന്നാ വാങ്ങിക്കണമെന്നാ പറഞ്ഞേ? വടി. ഗോത്രത്തലവന്മാരുടെ അധികാരത്തിന്റെയും ചുമതലയുടെയും, എന്നാ ഈ പാച്ചൻ പറഞ്ഞേ? അധികാരത്തിന്റെയും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അതിന്റെ ചിഹ്നമാണ് വടി. മോശയോട് പറഞ്ഞു, നീ ആ വടിയെല്ലാം കൊണ്ട് സാക്ഷ്യത്തിൽ വെക്കണം. ലേവി ഗോത്രത്തിന് വേണ്ടി അഹറോന്റെ വടിയും കൊണ്ട് വെക്കണം. സന്ധ്യാസമയത്ത് ഈ 12 വടിയും സാക്ഷ്യത്തിൽ വെച്ചു. അതിരാവിലെ സാക്ഷ്യത്തിൽ മോശയും അഹറോനും ഇസ്രായേൽ ഗോത്രത്തലവന്മാരും വന്നു. സാക്ഷ്യത്തിൽ നിന്ന് 12 വടികൾ പുറത്തെടുത്തു. 11 വടിയും വെച്ച പോലെ ബാക്കി ഉണക്ക വടി അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അഹറോന്റെ വടി അത്രേ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുള്ളല്ലേ. ഇച്ചിരൂടെയൊക്കെ സംഭവിച്ചു. തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. എൻ്റെ കൂടെ പറ, തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. സഹോദരങ്ങളെ, എബ്രായ ഗോത്രത്തലവന്മാർക്ക് മനസ്സിലായി, അഹറോൻ തന്നെ ഇട്ടതല്ല ഈ കുപ്പായം, അഹറോൻ തന്നെ വെച്ചതല്ല ഈ തൊപ്പി, മറിച്ച് സർവശക്തനായ ദൈവം, ജനത്തിന്റെ നടുവിൽ വസിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവം തന്റെ സാന്നിധ്യം ജനത്തിന് നൽകുവാൻ കരപൂരണത്താൽ ശുദ്ധീകരിച്ച് വേർതിരിച്ചതാണ് അഹറോനെയും പൗരോഹിത്യത്തെയും. രണ്ടാമത്, ഇസ്രായേൽ ഗോത്രത്തലവന്മാരായ കോരഹും അബീരാമും ദാനുമൊക്കെ ധൂപകലശവുമായി വന്നപ്പോൾ യഹോവ അവരെ തടഞ്ഞില്ല. യഹോവ അവരോട് പറഞ്ഞു, അവരും ധൂപകലശവുമായി വരട്ടെ. പക്ഷെ മോശയോടും അഹറോനോടും പറഞ്ഞു, ജനത്തോട് പറയണം, ദാനും അബീരാമും കോരഹും അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റുള്ളവർ മാറിക്കൊള്ളണം. സത്യത്തിൽ ഇന്നും ദൈവത്തിന് പറയാനുള്ളത് ഇതാ. ആർക്കും വിമർശിക്കാം, തെറ്റുകൾ തിരുത്തപ്പെടണം, തീർച്ചയായും. എന്നാൽ ആണേലും സഭയുടെ ക്രമീകരണങ്ങളിലാണെങ്കിലും ഈ കോരഹും അബീരാമും ദാനും നിൽക്കുന്നിടത്തിന്ന് മറ്റുള്ളവരൊക്കെ ഒന്ന് എൻ്റെ ഒരു ബലഹീന നിർദ്ദേശം അതാണ്, മറ്റുള്ളവരൊന്ന് മാറി നിൽക്കണം. ധൂപാർപ്പണം തുടങ്ങി. അഹറോന്റെ കയ്യിലും മോശയുടെ കയ്യിലും ധൂപകലശമുണ്ട്. പക്ഷേ സംഖ്യാപുസ്തകം 16-17 അധ്യായം ഒന്ന് വായിക്കണം. കോരഹും ദാനും അബീരാമും നിന്നിരുന്ന സ്ഥലം ഭൂമി 2 പിളർന്നു. അവരെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. എബ്രായ ചരിത്രത്തിൽ കോരഹിന്റെ വംശം മുഴുവൻ യെരൂശലേം ദേവാലയത്തിന്റെ പടിഞ്ഞാറെ വാതിക്കൽ വരെ വന്ന് നിൽക്കും. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് കോരഹിന്റെ സങ്കീർത്തനം, കർത്താവേ തിരുനിവാസം എത്ര മനോഹരം, വാതിക്കൽ നിന്ന് കാണുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ. പൗരോഹിത്യം തമ്പുരാന്റെ കണ്ണാണ്, തമ്പുരാന്റെ ഹൃദയമാണ്. യേശു ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും. യഥാർത്ഥത്തിൽ അച്ഛനും അയ്മേനിക്കും ഒരുപോലെ തോന്നേണ്ടതാണ്
ദൈവത്തിന്റെ കണ്ണും ദൈവത്തിന്റെ ഹൃദയവുമാണെന്ന്. ആ ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ആത്മീയ അപജയം നമുക്ക് സംഭവിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ശലോമോനോട് സർവശക്തനായ ദൈവം പറഞ്ഞു, എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എന്നാ പറഞ്ഞേ? എല്ലായ്പ്പോഴും നമ്മുടെ പ്രാർത്ഥനയൊക്കെ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഈ അച്ഛന്മാരൊക്കെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഹോശോ വബ്കൂലസ്മാൻ ലൊൽമി. ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും തന്നെ.